റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. അനധികൃതമായി കുടിയേറിയെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരെ അമേരിക്ക സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചു. കൈകളിൽ വിലങ്ങുകളും കാലുകളിൽ ചങ്ങലയും ധരിപ്പിച്ചാണ് ഇവരെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. തിരിച്ചയച്ചവരെ US കൈകാര്യം ചെയ്ത രീതിയിൽ വ്യാപക പ്രതിഷേധവും ഇന്ത്യയിൽ ഉയരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇരുകാലുകളും ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ആളുകൾ ഉള്ളിലേക്ക് കയറുന്നതും വിമാനം പറന്നുയരുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. അനധികൃത കുടിയേറ്റക്കാരുടെ ദൃശ്യങ്ങളാണ് ഇവയെന്ന് US ബോർഡർ പട്രോൾ വിഭാഗം മേധാവി മൈക്കിൾ W. ബാങ്ക്സ് വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കാനും ആളുകളെ അതിവേഗം തിരിച്ചയക്കാനുമുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഈ ദൌത്യം വ്യക്തമാക്കുന്നതെന്നും അനധികൃതമായി US കടന്നാൽ നിങ്ങളെ പുറത്താക്കുമെന്നും ഈ കുറിപ്പിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനാണ് ട്രംപ് ഭരണകൂടം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ ഈ നടപടി. ആദ്യഘട്ടത്തിൽ മടക്കി അയക്കാനുള്ള 18,000 ഇന്ത്യക്കാരുടെ പട്ടിക അമേരിക്ക തയ്യാറാക്കി കഴിഞ്ഞു. ഇവരെ ഘട്ടം ഘട്ടമായി ഇന്ത്യയിലേക്ക് തന്നെ നാടുകടത്തും. ഇന്ത്യക്ക് പുറമെ ഗോട്ടിമാല, പെറു, ഹോണ്ടുറസ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് നിലവിൽ നാടുകടത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ ചുമത്തലിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ചൈന. കൽക്കരിയും പ്രകൃതിവാതകവും ഉൾപ്പെടെ US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 10 മുതൽ 15% വരെ തീരുവ ഏർപ്പെടുത്തുന്നതായി ചൈന പ്രഖ്യാപിച്ചു. അടുത്ത ആഴ്ച തന്നെ ഇത് നിലവിൽ വരും. ഇതുകൂടാതെ അന്യായ വഴിയിൽ കുത്തക പിടിക്കാൻ നോക്കിയതിന് US കമ്പനിയായ ഗൂഗിളിനെതിരെ ചൈന അന്വേഷണവും പ്രഖ്യാപിച്ചു. US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിക്കും ദ്രവീകൃത പ്രകൃതിവാതകത്തിനും ചൈന 15% തീരുവ ചുമത്തും. അസംസ്കൃത എണ്ണ, കാർഷികാവശ്യത്തിനുള്ള യന്ത്രങ്ങൾ, വലിയ എഞ്ചിനുള്ള കാറുകൾ എന്നിവയ്ക്ക് 10% നികുതി ഏർപ്പെടുത്തും. ഇതും അടുത്തയാഴ്ച തന്നെ നിലവിൽ വരും. USന്റെ ഏകപക്ഷീയമായ നികുതി ചുമത്തൽ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിൽ താരിഫ് കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഇത് USന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കില്ല എന്നും ചൈനയുമായുള്ള സാധാരണ സാമ്പത്തിക വ്യവസായ സഹകരണം മൂലം തകരാറിലാക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. ലോകത്തെ ഏറ്റവും അധികം LLG ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. എന്നാൽ US നിന്ന് കാര്യമായി വാങ്ങുന്നുമില്ല. 2023 ചൈന ഇറക്കുമതി ചെയ്ത LNGയുടെ 2.3% മാത്രമേ US നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ചൈനയിലെ കുത്തക വിരുദ്ധ നിയമങ്ങൾക്കനുസരിച്ച് ഗൂഗിളിനെതിരെ അന്വേഷണം നടത്തുമെന്ന് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോർ മാർക്കറ്റ് റെഗുലേഷൻ അറിയിച്ചു. ചൈനയിൽ ഗൂഗിളിന്റെ പ്രവർത്തനം വ്യാപകമല്ല. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ അവിടെ തടഞ്ഞിരിക്കുകയാണ്. ചൈനീസ് സർക്കാരിന്റെ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ച് 2010 കമ്പനി അവിടം വിട്ടിരുന്നു. നാട്ടിലെ വിശേഷങ്ങൾ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് അടിപതറി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയം. 4 നൂറ്റാണ്ടിന് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. AAP നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും മധ്യവർഗ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന ബജറ്റ് തീരുമാനങ്ങളും BJPക്ക് തുണയായി. AAP ശക്തികേന്ദ്രങ്ങളിലെല്ലാം BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. AAPയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയവരും BJPയുടെ മുന്നേറ്റത്തിൽ കടപുഴകി. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയും ജഗ്പൂരിൽ മനീഷ് സിസോദിയ അടിവരവ് പറയിപ്പിച്ച തർവീന്ദർ സിംഗ് വർമ്മയുമാണ് BJPയുടെ ജയന്റ് കില്ലേഴ്സ്. കഴിഞ്ഞ 27 വർഷമായി ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് BJP. അതിനാൽ തന്നെ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കിയാണ് BJP നേതൃത്വം രംഗത്തെത്തിയത്. RSSന്റെ പിന്തുണയോടെ BJP നടത്തിയ നീക്കം ഡൽഹിയിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാന എതിരാളികളായി BJPയെയും കോൺഗ്രസിനെയും നിഷ്പ്രഭരാക്കിയാണ് AAP അധികാരത്തിലെത്തിയത്. ഫെബ്രുവരി 5 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 70 മണ്ഡലങ്ങളായി 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. മൈക്രോ ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കാനുള്ള കർണാടക സർക്കാരിന്റെ ഓർഡിനൻസ് തള്ളി ഗവർണർ. കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയും പിഴയും അധികമെന്ന് ഗവർണർ താവർ ചന്ദ് ഗെഹ്ലോട്ടിന്റെ ഓഫീസ് വ്യക്തമാക്കി. 10 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും അംഗീകരിക്കാനാവില്ല. കമ്പനികളെ നിയന്ത്രിക്കാൻ പോലീസ് വകുപ്പിന് നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കാം. ഓർഡിനൻസ് മൈക്രോ ഫിനാൻസിനെ പ്രതികൂലമായി ബാധിക്കും. സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളെയും ഇത് ബാധിക്കുമെന്ന് കർണാടക രാജ്ഭവൻ അറിയിച്ചു. മൈക്രോ ഫിനാൻസ് കമ്പനികളുടെ പീഡനം മൂലം ഇടപാടുകാർ ആത്മഹത്യ ചെയ്തതോടെയായിരുന്നു സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത്. മൈക്രോ ഫിനാൻസ് കമ്പനികളുടെ ചൂഷണത്തിനിരയായി ജീവനെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടെ ഇത്തരം കമ്പനികളെ നിയന്ത്രിക്കാൻ ഓർഡിനൻസിൽ കർശന വ്യവസ്ഥകളുണ്ടായിരുന്നു. ഈ ഓർഡിനൻസിനെയാണ് കർണാടക ഗവർണർ തള്ളിക്കളഞ്ഞത്. കാശ്മീർ അടക്കം ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. മുസഹറാബാദിൽ പാക് അധിനിവേശ കാശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ഷെരീഫ് ഇക്കാര്യം പറഞ്ഞത്. 2019 ഓഗസ്റ്റ് 5 എടുത്ത തീരുമാനം ഇന്ത്യ മാറ്റണം. UN നൽകിയ ഉറപ്പുകൾ പാലിച്ച് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യണമെന്നും ഷെരീഫ് പറഞ്ഞു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ തീരുമാനത്തെയാണ് പാക് പ്രധാനമന്ത്രി 2019 ഓഗസ്റ്റിൽ 5 തീരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ജമ്മു കാശ്മീരും ലഡാക്കും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളെ തുടരുമെന്ന നിലപാട് ഇന്ത്യ പാകിസ്ഥാനോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടായിട്ടുണ്ട്. ഇതിന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയിച്ചു.
വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുത്തുന്നതിൽ അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് ഹൈക്കോടതി. പൂർണ്ണമായിട്ടില്ലെങ്കിലും നിശ്ചിത തുകയെങ്കിലും എഴുതിത്തള്ളണമെന്ന നിർദ്ദേശമാണ് ജസ്റ്റിസ് MK ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് S ശ്രീശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AR സുന്ദരേശൻ 2 ആഴ്ച സമയം തേടി. വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകളെ വിശ്വാസത്തിലെടുക്കണമെന്ന് ASIG വിശദീകരിച്ചു. ബാങ്കുകളെ നഷ്ടത്തിലാക്കാനാകില്ല. എഴുതിത്തള്ളുന്ന വായ്പകളുടെ കാര്യത്തിൽ സീലിംഗ് വേണം. കോവിഡ് കാലത്ത് പോലും വായ്പകൾ എഴുത്തള്ളിയിട്ടില്ല എന്നും വിശദീകരിച്ചു. കോവിഡ് കാലത്ത് ബിസിനസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി സ്തംഭിക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇവിടെ പ്രകൃതി ദുരന്തത്തിൽ നാട് തന്നെ ഇല്ലാതായെന്നും ഓർമ്മിപ്പിച്ചു. അതൊക്കെ പരിഗണിച്ചുള്ള തീരുമാനമാണ് വേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായത്തിന് കാത്തിരിക്കാതെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2000 കോടിയുടെ പാക്കേജിൽ കേന്ദ്രം തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു കോടതിയുടെ ഈ പ്രതികരണം. കായിക വിശേഷങ്ങൾ. വർത്തമാനകാല ഫുട്ബോളിൽ ഏറ്റവും തന്ത്രശാലിയായ പരിശീലകൻ ആരെന്ന ചോദ്യത്തിനുള്ള മികച്ച മറുപടിയാണ് സ്പാനിഷുകാരൻ പെപ് ഗാർഡിയോള. ഗാർഡിയോളയുടെ പരിശീലന കളരിയിൽ അടവുകൾ പഠിച്ചിറങ്ങിയതാണ് മൈക്കൽ അർട്ടേറ്റ. ഗുരുവിന്റെ ശിഷ്യന്റെ ടീമുകൾ മുഖാമുഖം വരുമ്പോൾ ഫുട്ബോൾ ലോകം ആവേശത്തോടെയും കൗതുകത്തോടെയും പോരാട്ടത്തിൽ നോക്കി നിൽക്കാറുണ്ട്. പോയ വാരം ശിഷ്യന്റെ ടീമായ ആഴ്സണലിനോട് തറപറ്റിപ്പോയി ഗുരുവിന്റെ ടീമായ മാൻ സിറ്റി. 5-1 ആഴ്സണൽ സിറ്റിയെ വീഴ്ത്തിയത്. 24 കളികളിൽ നിന്ന് 50 പോയിന്റായ ആഴ്സണൽ ലീഗിൽ രണ്ടാമതാണ്. 23 കളിൽ നിന്ന് 56 പോയിന്റുമായി ലിവർപൂളാണ് ഒന്നാമത്. 41 പോയിന്റ് ഉള്ള സിറ്റി 4ാം സ്ഥാനത്താണ്. അർട്ടേറ്റയും പെപ്പും ടീമുകളായി 14ാം തവണയാണ് മുഖാമുഖം വരുന്നത്. ഇതിൽ അർട്ടേറ്റയുടെ 6ാം ജയമാണിത്. പെപ്പ് 8 തവണ ജയം നേടിയപ്പോൾ 2 തവണ സമനിലയായി. പക്ഷേ അവസാനം മുഖാമുഖം വന്ന 5 മത്സരത്തിലും അർട്ടേറ്റയുടെ ആഴ്സണൽ തോറ്റിട്ടുമില്ല. ഇത്തവണത്തേത് ആശാനെതിരെ ശിഷ്യൻ നേടുന്ന ഏറ്റവും വലിയ വിജയമെന്ന പ്രത്യേകതയുമുണ്ട്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.